കുഞ്ഞുങ്ങളെ ആശുപത്രിയിൽ എത്തിച്ച ഒരു വ്യക്തി കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. നമുക്കത് കേൾക്കാം. ശരി, അദ്ദേഹം നമ്മളോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. താങ്കൾക്ക് കേൾക്കാമോ? കേൾക്കാം. പേരൊന്ന് പറയുമോ? എന്റെ പേര് സുരേഷ്. എപ്പോഴാണ് ഈ സംഭവം ഉണ്ടാകുന്നത്? കറക്റ്റ് 5:30 മണിക്കാണ് മാഡം. അതെ, ഈ സംഭവം ഉണ്ടായപ്പോൾ തന്നെ നിങ്ങൾ അറിഞ്ഞോ? അറിഞ്ഞു. ഞാൻ തൊട്ട വീടായിരുന്നു. ഞങ്ങൾ അമ്മയാണ് പറഞ്ഞത്, മോനെ വീട് തീ കത്തുന്നു പറഞ്ഞു. അപ്പൊ ഞങ്ങൾ പെട്ടെന്ന് വെളിയിൽ ഇറങ്ങി വന്നപ്പോഴാണ് വീടല്ല, കാറാണ് തീ കത്തുന്നത്. അപ്പൊ ഞങ്ങൾ ഓടി വരുമ്പോഴേക്കും ആ ചേച്ചി കാറിന്റെ ഫ്രണ്ടിൽ കിടക്കുകയായിരുന്നു. അപ്പൊ ഞങ്ങൾ ആ ചേച്ചിനെയാണ് ഫസ്റ്റ് രക്ഷപ്പെടുത്തിയത്. അതായത് ഈ എൽസി എന്ന് പറയുന്ന ആ ചേച്ചി അല്ലേ? ആ ചേച്ചിനെയാണ് ഞങ്ങൾ ഫസ്റ്റ് രക്ഷപ്പെടുത്തിയത്. പക്ഷെ കാറിന്റെ ബാക്കിൽ 3 മക്കൾ കിടക്കണ്ടായിരുന്നു. പക്ഷെ മക്കൾ സേഫ് എന്നാണ് ഞങ്ങൾ വിചാരിച്ചത്. പക്ഷെ ഞങ്ങൾക്ക് അങ്ങോട്ട് ആ മക്കളുടെ അടുത്തേക്ക് ഞങ്ങൾക്ക് പോകാൻ പറ്റില്ല. എന്നിട്ട് കാറ് മൊത്തത്തിൽ കത്തുകയായിരുന്നു. അപ്പൊ ഞങ്ങൾക്ക് അങ്ങോട്ട് കടക്കാൻ പറ്റി. അപ്പൊ ഞങ്ങൾ ഈ ചേച്ചിനെയാണ് ഫസ്റ്റ് സേഫ് വെച്ചിട്ട്, പിന്നെ ഞങ്ങൾ കൂട്ടുകാരന്മാരെല്ലാവരും കൂടി വന്നപ്പോൾ ഞങ്ങൾ അപ്പുറത്തൂടെ വേലി ചാടിയിട്ട് അപ്പുറത്തൂടെ കറന്നിട്ട് വീട്ടിന്റെ പുറകിൽ കൂടെ വന്നിട്ടാണ് ആ മക്കളെ അപ്പുറത്തൂടെ എടുത്തിട്ട് വന്ന ശേഷമാണ് പിന്നെ അതിന് ഞങ്ങൾ രക്ഷ. അപ്പോഴേക്കും കാറെല്ലാം കത്തിയതാക്കിയിട്ട് ഈ ചേച്ചിയാണ് ഫസ്റ്റ് മക്കളിലേക്ക് വെളി തള്ളിയത്. ഈ ചേച്ചിയാണ്. അല്ലാതെ ഞങ്ങൾ കത്തുമ്പോഴേക്കും ഞങ്ങൾ വീട്ടിൽ നിന്ന് അവിടെ നിന്ന് ഇറങ്ങി ഓടുമ്പോഴേക്കും എല്ലാം സംഭവിച്ചു കഴിഞ്ഞു. പെട്ടെന്നായിരുന്നു. അതായത് നിങ്ങൾ എത്തുമ്പോഴത്തേക്കും ഈ എൽസി എന്ന് പറയാൻ ആ പുള്ളിക്കാരി പുറത്തായിരുന്നു അല്ലേ? ഈ കുഞ്ഞുങ്ങൾ പുറകിൽ അകപ്പെട്ടിരിക്കുവായിരുന്നു. അവരെ പുറത്തിറക്കാൻ ഒരുപാട് പണിപ്പെട്ടു അല്ലേ? അവര് ഈ ചേച്ചിനെ ഗ്ലാസിനെയൊക്കെ തല്ലിപ്പൊളിച്ചിട്ടാണ് ചേച്ചിയാണ് പിന്നെ കുട്ടികളെ വെളിയിൽ തള്ളിയത്. ഞങ്ങൾ അപ്പോഴേക്കും ഞങ്ങൾ വീട്ടിന്റെ ഉള്ളിലായിരുന്നു. ചെറിയൊരു ചില മഴ ആയതുകൊണ്ട് ഞങ്ങൾ വീട്ടിന്റെ ഉള്ളിലായതുകൊണ്ട് വെളിയിൽ അത്ര പെട്ടെന്ന് നമ്മൾ വെളിയിൽ നിൽക്കേണ്ട കാര്യം. അപ്പൊ മകൻ സ്കൂൾ വിട്ട് വന്ന സമയത്ത് ഞങ്ങൾ മക്കളുടെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെയാണ്. അപ്പൊ പെട്ടെന്ന് തീ കത്തുന്നു പറഞ്ഞപ്പോൾ ഞങ്ങൾ ഈ ജനങ്ങളെ അത്ര ഓടി വരുമ്പോഴേക്കും ഈ ചേച്ചിനെയും ഗ്ലാസിനൊക്കെ പൊട്ടിച്ചിട്ട് ഈ മക്കളെ വെളിയിൽ തള്ളിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ ചേച്ചിന്റെ അമ്മയും കൂടി ഉണ്ടായിരുന്നു. അപ്പൊ ഈ അമ്മയും ഈ ചേച്ചിയും കൂടിയിട്ട് മക്കളെ വേഗം വെളിയിലാക്കിയിട്ട് ഞങ്ങൾ ഇതാക്കിയത്. അപ്പൊ ഞങ്ങൾ ഓടിപ്പോകുമ്പോഴേക്ക് ഈ ചേച്ചി ഫ്രണ്ടിൽ കിടക്കണ്ടായിരുന്നു. ഞങ്ങൾ പെട്ടെന്ന് ഈ ചേച്ചിനെ ഞങ്ങൾ തൂക്കിയെടുത്തിട്ട് ഞങ്ങൾ മാറ്റി. അപ്പോഴേക്ക് ഈ ചേച്ചിന്റെ ദേഹം മൊത്തം കൈയും കാലൊക്കെ പൊളിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ ചേച്ചി മക്കള് വന്ന് നിലവിളിക്കുമ്പോൾ ഞങ്ങൾ നോക്കുമ്പോൾ കാറിന്റെ ആ ഗ്യാപ്പിൽ കൂടെ നോക്കുമ്പോൾ മക്കൾക്ക് സേഫാണ്, മക്കൾക്ക് വേറെ കുഴപ്പമില്ലാണ് ഞങ്ങൾ വിചാരിച്ചു. എന്തായാലും തീ നാളത്തിന്റെ ഇതിൽ ഞങ്ങൾക്ക് കാണാൻ പറ്റില്ല. അപ്പൊ മക്കൾക്ക് കുഴപ്പമൊന്നുമില്ല വിചാരിച്ചിട്ടാൽ ഞങ്ങൾ വന്ന് മക്കൾക്ക് കുഴപ്പമില്ല, ചേച്ചി ടെൻഷനായിട്ടാ പറഞ്ഞ് ഞങ്ങൾ വിളിക്കും. ഞങ്ങൾ എത്രയും പെട്ടെന്ന് ആംബുലൻസും ഫയർഫോഴ്സിനും വിളിച്ചപ്പോൾ അവർ വരുമ്പോഴേക്കും ഞങ്ങൾ ഇതാക്കി. ഈ 2 കുഞ്ഞുങ്ങൾ, അതായത് എൽസിയുടെ ഇളയ 2 മക്കൾക്കാണ് ഗുരുതരമായിട്ട് പൊള്ളലേറ്റിരുന്നത് അല്ലേ? അവർ 2 പേർക്കാണ് മാഡം ഒരുപാട് പൊള്ളലേറ്റത്. ദൈവത്തിന് വിളിച്ചുകൊണ്ടിരിക്കണം, നേരെ വിളിക്കും വരെ ഒന്നും സംഭവിക്കല്ലേ പറഞ്ഞിട്ട് ഞങ്ങൾ ആകെ അത്രയും ടെൻഷനിലേ ഇരിക്കുന്നു. 1.5 മാസമായിട്ടുള്ള അതിന് ഭർത്താവും വെച്ചിട്ട് പാവം അത്രയും ഒരു കഷ്ടത്തിലാണ് ആ പാവം. ആ ചേച്ചി 3 മാസം 1.5-2 മാസത്തോളം ജോലിക്ക് പോകാതെ ഇന്ന് മെല്ലെ ജോലിക്ക് പോയിട്ടേ ഉള്ളൂ. ഇന്ന് ജോലിക്ക് പോയിട്ട് രാവിലെ പോയിട്ട് വന്നേ ഉള്ളൂ. വന്നിട്ട് നമ്മ അമ്മയായിട്ട് കുറച്ചു നേരം സംസാരിക്കുകയൊക്കെ ചെയ്തിട്ട് ഇരുന്നതാണ്. എന്നിട്ടാണ് ഇത് ഇപ്പൊ ഇങ്ങനെ സംഭവിച്ചത്. അപ്പൊ ദൈവങ്ങളെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. കുട്ടികൾക്ക് ഒന്നും സംഭവിക്കുക. ആംബുലൻസിൽ പോകുമ്പോൾ ആ കുട്ടി ഞങ്ങളുടെ മടിയിൽ നിന്ന് കരയുന്നത് ഞങ്ങൾക്ക് കാണാൻ പറ്റില്ല മേഡം. അത്രയും ഞങ്ങൾക്ക് ടെൻഷനിലിരിക്കും. കൊച്ചുങ്ങളുടെ സങ്കടം പറ്റില്ല. അതെ, തീർച്ചയായും. ഈ കുഞ്ഞുങ്ങൾക്ക്, ഈ 3 മക്കൾക്കും എത്ര വയസ്സ് പ്രായം കാണും? 3 വയസ്സിൽ മൂത്ത മകള് 5ാം ക്ലാസ്സിൽ എന്തോ പഠിക്കുന്നു മേഡം. മൂത്ത മകൾക്ക് വലിയ കുഴപ്പമില്ല. അത് 2 കൈക്ക് ചെറുതായിട്ടുള്ളൂ. അവൾക്ക് വലിയ കുഴപ്പമില്ല. പക്ഷെ ഈ ഇളയ 2 കുട്ടികളും ആൺകുട്ടിയും പെൺകുട്ടിയും നല്ല പൊള്ളലുണ്ട്. അപ്പൊ ഞങ്ങൾ തലയിൽ എത്തിയപ്പോഴാണ് അവരെ പറയുന്നത് കേട്ടതാണ് 50% പൊള്ളലായി എന്നാണ് പറയുന്നത്. ഞങ്ങൾ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി. എന്നിട്ട് ദേഹത്തിന്റെ കൈകളുടെ എല്ലാ എല്ല് വെളിയിൽ കാണും പോലെയാണ്. വെള്ള നിറത്തിൽ മൊത്തം തൊലിയും വേലത്ത് പോയി. നമുക്ക് ആ ഒരു ഇതിൽ ഞങ്ങൾക്കൊന്നും അറിയില്ലല്ലോ. ഞങ്ങൾ എങ്ങനെ എടുക്കണം, എന്ത് ചെയ്യണം ഞങ്ങൾക്കും അറിയാം. ഞങ്ങൾ ആ ഒരു വെപ്രാളത്തിൽ ഞങ്ങൾ ഇരിക്കുകയല്ലേ. ശരി, മനസ്സിലാക്കുന്നു. തീർച്ചയായിട്ടും ശ്രീ സുരേഷ്, ആ സമയം അവരുടെ ജീവൻ രക്ഷിക്കുക എന്നുള്ളത് തന്നെയാണ്. ആ രീതിയിൽ നിങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. തൊട്ടടുത്തുള്ള വ്യക്തിയാണ്, അവരെല്ലാവരെയും ആശുപത്രിയിൽ എത്തിച്ച ഒരു വ്യക്തിയാണ് നമ്മുടെ അടുത്ത് സംസാരിച്ചത്. എത്രത്തോളം ഗുരുതരമായൊരു സംഭവമാണ് എന്നുള്ളത് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് പോലും വ്യക്തമാകും. എന്തായാലും 2 കുഞ്ഞുങ്ങളുടെ ആരോഗ്യനില ഗുരുതരമായി തന്നെ തുടരുകയാണ്. എല്ലാവരും ചികിത്സയിലാണ്.